കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കറിയുടെ റെസിപ്പി നോക്കാം. തേങ്ങയൊന്നും അരയ്ക്കാതെ ചപ്പാത്തിക്കും പൊറോട്ടയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കൊതിപ്പിക്കുന്ന രുചിയിൽ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടിപൊളി കറിയാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് സാലഡിനൊക്കെ ഉപയോഗിക്കുന്ന കക്കിരിക്കല്ലേ, അതാണ് വേണ്ടത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു കക്കിരിക്ക എടുത്തു. അതിൻ്റെ പകുതി ഭാഗം വെച്ചാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നന്നായി പഴുത്ത ഒരു തക്കാളിയും ഒരു സവോളയും എടുത്തു വെച്ചിട്ടുണ്ട്. എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും, ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകും, കക്കിരിക്കയും സവോളയും തക്കാളിയാണ്. അതൊക്കെ കഴുകി നമുക്ക് കട്ട് ചെയ്യാം. എല്ലാം നമ്മൾ സാധാരണ കറികൾക്ക് അരിയുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നാൽ വളരെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കക്കിരിക്ക ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തോലൊന്ന് കളഞ്ഞു കേട്ടോ. മൂക്കാത്തയാണെങ്കിൽ കഴുകിയിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ഹെൽത്തിയാണ്. അങ്ങനെ വഴറ്റി കറി വെച്ചാലും സൂപ്പറായിരിക്കും കേട്ടോ. പക്ഷേ ഇതൊരു ഇത്തിരി മൂപ്പ് വന്നതുകൊണ്ട് ഞാനതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷമാണ് കഴുകിയെടുത്തത്. ഒരു പകുതി ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കറി തയ്യാറാക്കാനായിട്ട് നോക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതായാലും ഒഴിച്ചു കൊടുക്കാം. പാം ഓയിലോ സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി മൂത്ത് വരട്ടെ കേട്ടോ. വറ്റൽമുളക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതും കൂടി ഉള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു നുള്ള് നല്ല ജീരകം, കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം അല്ലേ, അത് ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും ഒന്ന് കീറിയിട്ടത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറൊന്നും കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ സവോള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സാധാരണ കറിക്ക് വഴറ്റിയെടുക്കണ പോലെ ബ്രൗൺ കളറായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നാൽ മതി. ഇത് കറിയുടെ കൂടെ ഈ തൈരൊക്കെ ചേർക്കുമ്പോൾ നല്ല കടിക്കാനൊക്കെ കിട്ടിയാൽ ഒരു ടേസ്റ്റിയാണ്. ഇനി അഥവാ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് കൂടുതൽ വഴറ്റിയെടുക്കാം. എന്നാലും ബ്രൗൺ കളറായി അങ്ങ് മൂത്ത് പോകണ്ട കൂടുതൽ കേട്ടോ. ഇത്രയും മതി. ഇനി അതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തോളൂ. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ തൈരിലേക്കൊന്ന് ചേർന്ന് വരുമ്പോൾ നല്ലൊരു രുചി കിട്ടുന്നുണ്ട് കേട്ടോ. പുളി അധികമുള്ളത് വേണ്ട. ഇത്രയും വഴന്നാൽ മതി. പച്ചമണം ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കക്കിരിക്കയും കൂടെ 3 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ മുളകിൻ്റെ എരിവ് തന്നെ ഈ കറിയിലേക്ക് ചേർന്ന് പിടിക്കണം. ആ പച്ച ടേസ്റ്റ് ഒന്ന് വരുമ്പോൾ നല്ലൊരു രുചിയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അതിലേക്ക് മഞ്ഞളോ മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട. അടച്ച് വെച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളം കൂടി ചേർക്കേണ്ട ആവശ്യമില്ല വേവിക്കാനായിട്ട്. കക്കിരിക്കയിൽ വെള്ളമുണ്ട്, അത് തന്നെ ഇറങ്ങി വന്നോളും. തക്കാളിയിലും വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഇളക്കി ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. ഇതും നല്ലപോലെ വെന്തങ്ങ് അലുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കക്കിരിക്ക നമ്മൾ പച്ചക്കൊക്കെ കഴിക്കുന്നതാണ്. നല്ല രസമാണ് കഴിക്കാനല്ലേ. ഏകദേശം ഒന്ന് വെന്ത് കലങ്ങാതെ ഒന്ന് ഉടഞ്ഞൊന്നും പോകണ്ട. പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി. ഇത് തൈരിലേക്ക് അങ്ങ് പിടിക്കുമ്പോൾ നല്ലൊരു രുചിയുണ്ട്. നല്ലോണം ഒന്ന് സിമ്മിലിട്ടിട്ട് വഴറ്റി ഒന്ന് വേവിച്ചെടുത്താൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നതിൽ തന്നെ വഴന്നാൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ അതേപോലെ കിടക്കട്ടെ കേട്ടോ. കുട്ടികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എടുത്ത് മാറ്റാം. എന്നാൽ അതിലുള്ള എരിവൊക്കെ ഒന്ന് ഇറങ്ങി വരുവും കൂടി വേണം. അത്യാവശ്യം ഒന്ന് വഴന്ന് അതിലെ എരിവൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ രുചിയുണ്ട്. തൈരൊക്കെ ചേർന്ന് പിടിക്കട്ടെ. ഇനി അതൊരു മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതേ കടയിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം തണിയാനായിട്ട് വെക്കണം കേട്ടോ. ഞാനിതേപോലെ മാറ്റി വെച്ചു. ഇത്തിരി കറിവേപ്പില അതിലേക്ക് ഫ്രഷ് ആയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തണിഞ്ഞ് ഐസ് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയ ചൂടിരുന്നാലും കുഴപ്പമില്ല. തൈര് നല്ല തണുത്തത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ചൂടിലങ്ങ് ബാലൻസ് ആയിക്കോളൂ കേട്ടോ.
ഈ സമയം ഒരു ബൗളിൽ കുറച്ച് കട്ട തൈര് എടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു. വിസ്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങ് വെള്ളം പോലെ ആവണ്ട കേട്ടോ. അപ്പോൾ കറിക്ക് നമുക്ക് ഇങ്ങനെ കുറുകിയ ഗ്രേവി കിട്ടില്ല, ഒരു ടേസ്റ്റും വ്യത്യാസമാവും. വെള്ളം പോലെ ആക്കിയാൽ അധികം പുളിയുള്ള തൈരല്ല. ഇനി പുളിയുള്ള തൈര് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ഒരു മീഡിയം പുളിയുള്ള തൈര് ചേർക്കുന്നതാണ് സൂപ്പറായിരിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്, എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇനി ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുക്ക് ചെയ്യണമൊന്നുമില്ല, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.